കാളികാവിലെ നരഭോജി കടുവ വനം വകുപ്പിന്റെ ക്യാമറയിൽ പതിഞ്ഞു. ടാപ്പിംഗ് തൊഴിലാളിയെ ആക്രമിച്ചതിന് സമീപമാണ് കടുവ സാന്നിധ്യം കണ്ടെത്തിയത്. കടുവ സൈലന്റ് വാലി വനമേഖലയിലേതാണെന്നും വനം വകുപ്പിന്റെ ഡാറ്റാ ലിസ്റ്റിലുള്ളതാണെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനിടെ നിലമ്പൂർ സൗത്ത് DFO G ധനിദ്ലാലിനെ സർക്കാർ സ്ഥലം മാറ്റി. മലപ്പുറം കാളികാവിൽ വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിലാണ് കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. ടാപ്പിംഗ് തൊഴിലാളിയെ ആക്രമിച്ച സ്ഥലത്തിന് സമീപമാണ് കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത്. സാന്നിധ്യം കണ്ടെത്തിയതായി ചീഫ് വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയയും സ്ഥിരീകരിച്ചു. കടുവ സൈലന്റ് വാലി വനമേഖലയിലേതാണെന്നും വനംവകുപ്പിന്റെ ഡാറ്റാ ലിസ്റ്റിലെ കടുവയാണെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം കടുവയെ കണ്ടെത്താനുള്ള തിരച്ചിൽ തുടരുന്നതിനിടെ നിലമ്പൂർ സൗത്ത് DFO G ധനിലാലിനെ സ്ഥലം മാറ്റിയതിൽ ഡോക്ടർ അരുൺ സക്കറിയ അതൃപ്തി അറിയിച്ചു. DFOയുടെ സ്ഥലമാറ്റം കടുവാ ദൌത്യത്തെ ബാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥനെയാണ് സ്ഥലം മാറ്റിയതെന്നും അരുൺ സക്കറിയ പ്രതികരിച്ചു. തിരുവനന്തപുരം ഹെഡ്ക്വാർട്ടേഴ്സിലേക്കാണ് G ധനിദ്ലാലിനെ സ്ഥലം മാറ്റിയത്. ACF K രാകേഷിനാണ് പകരം ചുമതല നൽകിയിട്ടുള്ളത്. മലപ്പുറം കാളികാവ് കല്ലാമൂല സ്വദേശി ഗഫൂറിനെയാണ് കഴിഞ്ഞ ദിവസം റബ്ബർ ടാപ്പിംഗിനിടെ കടുവ ആക്രമിച്ചു കൊലപ്പെടുത്തിയത്. കടുവ പുറകുവശത്തിലൂടെ ഗഫൂറിന് നേരെ ചാടി വീഴുകയായിരുന്നു. ശേഷം ഗഫൂറിനെ സമീപത്തെ വാഴത്തോട്ടത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയി. കൂടെയുണ്ടായിരുന്ന സമദ് എന്ന തൊഴിലാളിയാണ് ഗഫൂറിനെ കടുവ ആക്രമിച്ച വിവരം പുറത്തറിയിച്ചത്. തുടർന്ന് വനംവകുപ്പും RRT സംഘങ്ങളും നടത്തിയ പരിശോധനയിൽ ഗഫൂറിന്റെ മൃതദേഹം കണ്ടെത്തി. കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടുന്നതിന് 20 പേരടങ്ങുന്ന 3 RRT സംഘങ്ങളുണ്ട്. തിരച്ചിലിനായി 2 കുങ്കിയാനകളെയും എത്തിച്ചിട്ടുണ്ട്. കേരള വിഷൻ, നിലമ്പൂർ.